ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദേ ഈ ഡ്രസ്സിൻ്റെ സൈഡിലിരിക്കുന്ന സ്റ്റാൻഡ് കണ്ടോ? ഈ സംഭവം ഉണ്ടാക്കലാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പണ്ട് ഏതോ ഒരു സമയത്ത് തുണികൾ അടക്കി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു അലമാരയുടെ ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അത് 3 സെക്ഷനായിട്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സെക്ഷൻ മാത്രം ഞാൻ സെപ്പറേറ്റ് പണ്ട് ഞാനൊരു കൂണിൻ്റെ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് സെപ്പറേറ്റ് ആക്കിയിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇതുമ്പോൾ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാം, ഒരു സ്റ്റാൻഡ് പോലെ ആക്കിയാലോ എന്നൊക്കെ മനസ്സിലൊരാഗ്രഹം. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കൂണിൻ്റെ ഇത് കെട്ടി തൂക്കാനായിട്ട് കെട്ടിയ വള്ളിയാണത്. അതൊക്കെ കണ്ടം മുട്ട വെട്ടിക്കൂട്ടി എന്നിട്ട് ഈ സംഭവം നമ്മുടെ വർക്കിംഗ് പ്ലേസ് ആണ് ഇത്. എന്നിട്ട് ഈ സംഭവം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. നമ്മൾ ഇത് ചെയ്യണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തുമ്മേ നമ്മൾ എന്താണോ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഐറ്റത്തുമ്മേ ഒരു തുള്ളി പോലും വാട്ടർ പാടില്ല, അതായത് വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും അംശം പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ ഒരു ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഐഡിയയിൽ തോന്നി നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഒരു ബ്ലാക്ക് കളറ് ഒന്ന് വൈറ്റ് ആക്കിയാലോ എന്ന് തോന്നി. അപ്പോൾ അത് കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് പെയിൻറ്റൊക്കെ തപ്പി പറക്കി എടുത്തിട്ട് ഞാൻ വൈറ്റ് കളറ് അതിലോട്ട് നമ്മുടെ ആ ഒരു ട്രേ ഉണ്ടല്ലോ അതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടോയെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ വൈറ്റിൽ കുറച്ചുണ്ട്, പക്ഷേ അത് തികയുമെന്ന് തോന്നുന്നില്ല. എന്നാലും ചെയ്യാമെന്ന് വിചാരിച്ച് വൈറ്റിലുള്ള സംഭവം ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ആ ഒരു ഈ ഒരു ബ്ലാക്ക് പൈപ്പ് ഫുള്ളായിട്ട് വൈറ്റ് ആക്കാൻ നോക്കി. ഫസ്റ്റ് കോട്ട് ആദ്യം അടിച്ചു കൊടുത്തു. നമ്മൾ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ടിലൊന്നും നിൽക്കില്ല കേട്ടോ, നന്നായിട്ട് ഫാബ്രിക് പെയിൻറ്റ് ആവശ്യം വരും. ഫാബ്രിക് പെയിൻറ്റ് കൊണ്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യത്തെ കോട്ട് അടിച്ചു കൊടുത്തു. അതിനുശേഷം അത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ടിങ് അടിച്ചു കൊടുത്തു. അങ്ങനെ തേർഡ് കോട്ടിങ് വരെ ഞാനത് അടിച്ചു കൊടുത്തിരുന്നു. ഫസ്റ്റ് കോട്ടിങ്ങിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ശരിക്കും അത് വൈറ്റ് ആവണില്ല, ഒരു ബ്ലാക്കിഷ് കളറും കൂടി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മുക്കും മൂലയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഫസ്റ്റ് കോട്ടിങ് ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്, പക്ഷേ സംഭവം നല്ല കിടിലൻ ലുക്കായിരിക്കും ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു വൈറ്റ് കളേഴ്സൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു ഐറ്റം കുറേ നാളായി ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുന്നു, എന്തെങ്കിലും അതുപോലെ പണി ചെയ്യാമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. പിന്നെ സമയം കിട്ടാത്തത് കൊണ്ട് അത് അവിടെ തന്നെ വെച്ചായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു സെക്കൻഡ് സെക്ഷനിലോട്ട് പെയിൻ്റ് അടിച്ച് തുടങ്ങി. അങ്ങനെ ഒരുവിധം ഒരു 3-4 സെക്ഷൻ വരെ പെയിൻ്റ് അടിച്ചിരുന്നു. പക്ഷേ ഫാബ്രിക് പെയിൻറ്റിൽ ഈ സംഭവം നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ജസ്റ്റ് വെറുതെ ഒരു കോട്ടിങ് അടിച്ചു കൊടുത്തു എന്നല്ലാണ്ട് അങ്ങനെ നിൽക്കില്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് ഇതിപ്പോൾ വെക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാർഡ്ബോർഡായിരുന്നു. അപ്പോൾ കാർഡ്ബോർഡ് ഇതുപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു നമുക്ക് സ്പീക്കർ അല്ലെങ്കിൽ ടി വി ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണം ആ ഒരു വേസ്റ്റ് ബോർഡിൻ്റെ ബോക്സ് മുറിച്ചെടുത്തതാട്ടോ ഞാനിത്. കറക്റ്റ് ഫസ്റ്റ് ആ ഒരു ഇതിൻ്റെ അളവ് നോക്കിയിട്ട് തന്നെ അടുത്ത സെക്ഷനിലോട്ട് വെക്കാനുള്ള 4 എണ്ണം ഒരേ അളവിൽ ഞാൻ മുറിച്ചെടുത്തായിരുന്നു. കാർഡ്ബോർഡിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാട്ടോ, കുറച്ച് കട്ടിയുള്ള ഐറ്റംസ്. എനിക്ക് എളുപ്പപ്പണി നോക്കിയിട്ടാണ് ഞാനിത് ചെയ്തത്. അങ്ങനെ കാർഡ്ബോർഡ് ഇതുപോലെ ഒരു 3-4 എണ്ണമായിട്ട് കറക്റ്റ് അതേ അളവിൽ വെട്ടിയെടുത്തു. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ പെയിൻ്റ് ഒന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു വൈറ്റ് നമ്മളൊരു 4 കോട്ട് അടിച്ചിട്ടും അത് ഒരു നല്ല വൈറ്റിലോട്ട് വരണില്ല. അപ്പോൾ ഞാൻ കാർഡ്ബോർഡൊക്കെ നല്ല റെഡിയാക്കി ഒരു 3-4 എണ്ണം കറക്റ്റായിട്ട് അളവിന് ഒപ്പിച്ചൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ കറക്റ്റായിട്ട് വെച്ച് നോക്കിയതാണ്, ജസ്റ്റ് ഒന്ന് സെക്കൻഡിൽ വെച്ച് നോക്കി, 4th വരെ വെച്ച് നോക്കിയിട്ട് ജസ്റ്റ് വെറുതെ ഇത് ഭംഗിയുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ കുറേ ബോട്ടിൽ ആർട്സൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടിൽ ആർട്സൊക്കെ വെറുതെ അതിൻ്റെ മീതെയൊക്കെ ഒന്ന് വെച്ച് നോക്കി വൃത്തിയുണ്ടോയെന്ന് അറിയാനായിട്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തോന്നിയായിരുന്നു. പിന്നെ 2 കളിപ്പിച്ച് അങ്ങോട്ട് ചെയ്യാമെന്നുള്ള രീതിയിലായി. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ഓർഡർ ചെയ്തത് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അത് യൂസ് ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് അകത്തി പിടിച്ചിട്ടൊക്കെ വേണം നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ തൊട്ടടുത്ത് നിന്നിട്ടൊന്നും വെക്കരുത്. പിന്നെ പ്രത്യേകം അതിന് ഉപയോഗിക്കേണ്ടത് മാസ്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അകത്ത് നിന്ന് ചെയ്യാണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് കയറിയാലെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് ഈ സംഭവം പൊക്കി പിടിച്ച് ടെറസിൻ്റെ മുകളിലേക്ക് ചെയ്യുന്നു. അതിനുശേഷം കാർഡ്ബോർഡുമൊക്കെ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുത്തു. അതുപോലെ നല്ല ഫിനിഷിങ് ലുക്കിൽ കിട്ടും നമുക്ക്. നമ്മൾ ആ ഫാബ്രിക് പെയിൻറ്റ് അടിച്ച് അത്രയും ആ ഒരു ബോട്ടിൽ കളയണേക്കാളും ഇങ്ങനെ ചെയ്താലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക. അപ്പോൾ ഞാൻ
ദേ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് അത് ഫിനിഷിംഗ് ആയിട്ട് വരണുണ്ട്. അങ്ങനെ നമ്മൾ ഇത് അടിച്ചു തുടങ്ങിയിട്ടോ. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബോട്ടിലൊന്നും നിൽക്കില്ല മക്കളെ, ഇത് 2 ബോട്ടിലെങ്കിലും വേണ്ടി വരും. കാരണം ഈ കാർഡ്ബോർഡ് ഫുള്ളൊക്കെ ആയിട്ട് അടിച്ചു വരും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നല്ല വെയിറ്റായിട്ട് കുറേ ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഒട്ടും അങ്ങനെ നമുക്ക് തോന്നിക്കൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ദേ നമ്മൾ മുകളിലിട്ട് നല്ല സ്മെല്ലാണ്. മാസ്കൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഞാനിത് അടിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വൃത്തി പോലെ തോന്നി. പക്ഷേ നല്ലൊരു ആ ഒരു വേസ്റ്റ് ബോർഡുമ്പോൾ ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മൾ ഇത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം. അങ്ങനെ ഞാൻ കുറേ ടൈമൊക്കെ എടുത്ത് ചെയ്ത് നമ്മൾ ഒരു 3ാമത്തെ സ്റ്റെപ്പായി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു പെയിൻറ്റിൻ്റെ കാര്യത്തിന് തീരുമാനമായിട്ടോ. ഈ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കേട്ടോ അത് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ സംഭവം വരാൻ ഇച്ചിരി പാടായിരിക്കും. ഇത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ ഫസ്റ്റ് സംഭവം നല്ല കിടിലനായിട്ട് തന്നെ കിട്ടി. പിന്നെ സൈഡൊക്കെ കുറച്ചുകൂടി ഫിനിഷ് ആവാനായിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ക്രാഫ്റ്റ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്, വെറുതെ ഈ സംഭവം നമുക്ക് അകത്തിരിക്കുന്നേക്കാളും ഭേദമല്ലേ ഇത് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ 2 ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ബോട്ടിലിൽ പകുതിയാവാൻ തുടങ്ങി. എന്നാലും ഞാൻ കഷ്ടിച്ച് പിന്നെയും കാലം ഓർഡർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തൂത്ത് ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ബോർഡ് മടിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും അത് ഒന്ന് വലിഞ്ഞ് വരാനായിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പുമ്മയൊക്കെ നമ്മൾ പെട്ടെന്ന് അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. സാധാരണ ഫാബ്രിക് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 24 hours എങ്കിലും അതിരിക്കണം അതൊന്ന് മര്യാദയ്ക്ക് ഡ്രൈ ആയിട്ട് വരാനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരും. ഇത് കണ്ട ഇതെന്ന് പറഞ്ഞാൽ ഫിനിഷിങ് ആവാത്തതാണ് ഈ ഒരു ബോട്ടിലിൻ്റെ കാര്യത്തിന് തീരുമാനമായി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈമയൊന്നും ആവണില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പെട്ടെന്ന് വലിച്ചെടുക്കും. അങ്ങനെ ഞാൻ ഈ സംഭവം കെട്ടിപ്പറക്കി താഴത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഭംഗിയുണ്ടോയെന്ന് അറിയാം. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ചെങ്കിലും വൃത്തി കാണാനുണ്ട്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ബോട്ടിൽ വന്നു. നെക്സ്റ്റ് ബോട്ടിലും കൊണ്ട് ഫുള്ളായിട്ട് തന്നെ നമുക്കൊന്നും കൂടി അതുമ്മേ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടിച്ചു കൊടുത്തു കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ ഈ ഒരു ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കെട്ടിയോൻ പറഞ്ഞു ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബീഡിങ് ചെയ്ത് കൊടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാലും കൊള്ളാമല്ലേ. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ എടുത്ത് ഇതുമ്പോൾ വെച്ചു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി അതിൻ്റെ മീതെ വെച്ചപ്പോൾ കുറച്ചെങ്കിലും വൃത്തിയായി. പിന്നെ ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്തായിരുന്നു. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് കുറച്ച് നല്ല ഒരു രസമുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ ഭയങ്കര ഫിനിഷിങ് ലുക്കൊന്നും കിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.